നമസ്കാരം. കോപ്പർ ട്യൂബ് ടു ട്യൂബ് സിൽവർ ബ്രേസിംഗിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. സെഷനിലേക്ക് കിടക്കാം. നമുക്ക് ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. ഹീറ്റിങ്ങിലൂടെ പൈപ്പിന്റെ അഗ്രം ചൂടാക്കി ഒരു ബെൽ മൗത്ത് തയ്യാറാക്കുക. ബ്രേസിംഗിനായി നോസിൽ, ഫില്ലർ റോഡ്, ഫ്ലക്സ്, ഫ്ലെയിം എന്നിവ തിരഞ്ഞെടുക്കുക. പൈപ്പ് വെൽഡിംഗ് ടെക്നിക് ഉപയോഗിച്ച് ബെൽ മൗത്ത് ജോയിന്റ് ടാക്ക് ചെയ്ത് ജോയിന്റ് ബ്രേസ് ചെയ്യുക. ജോയിന്റ് വൃത്തിയാക്കി സർഫസ് വൈകല്യങ്ങൾക്കായി പരിശോധിക്കുക. ഇതിനാവശ്യമായ ടൂൾസ് ലിസ്റ്റ് ചെയ്യാം. ഗ്യാസ് വെൽഡിംഗ് ടോർച്ച് വിത്ത് ഹോസസ്, വാൽവ്സ്, പ്രഷർ റെഗുലേറ്റേഴ്സ്, ഫ്ലാഷ് ബാക്ക് അറസ്റ്റേഴ്സ് ആൻഡ് സിലിണ്ടേഴ്സ്, സ്റ്റീൽ റൂൾ, ഹാക്സോ ബ്ലേഡ് വിത്ത് ഫ്രെയിം, ഫൈൽസ് ഓഫ് വേരിയസ് ഗ്രേഡ്സ്, ബെഞ്ച് വൈസ്, ക്ലീനിങ് ഏജന്റ്, സ്റ്റീൽ വയർ ബ്രഷ്, സ്പാർക്ക്ലൈറ്റർ, മാൻഡ്രൽ, മാലറ്റ്. OAW ഉപയോഗിച്ച് സിൽവർ ബ്രേസിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. നോൺ ഫെറസ് ഫില്ലർ മെറ്റൽ അലോയ് ഉരുകുന്ന താപനിലയിലേക്ക് ചൂടാക്കുകയും കാപ്പിലറി അട്രാക്ഷൻ വഴി ചേർന്നു നിൽക്കുന്ന രണ്ടോ അതിലധികമോ ഭാഗങ്ങൾക്കിടയിൽ അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ജോയിനിങ് പ്രക്രിയയാണ് സിൽവർ ബ്രേസിംഗ്. സിൽവർ ബ്രേസിംഗിനായി ടോർച്ച് അല്ലെങ്കിൽ ഫ്ലെയിം, ഇൻഡക്ഷൻ, റെസിസ്റ്റൻസ്, ഇൻഫ്രാറെഡ്, ഓവൻ, ഫർണസ് എന്നീ താപസ്രോതസ്സുകൾ ഉപയോഗിക്കാം. ലീക്ക് പ്രൂഫ് ആയിരിക്കേണ്ടതും ജോയിന്റിന് പരമാവധി ബലം നൽകേണ്ടതുമായ ഭാഗങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനും ബന്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച രീതിയാണിത്. കോപ്പർ, ബ്രാസ്, ബ്രോൺസ് ഭാഗങ്ങൾ, അതുപോലെ കോപ്പർ മുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരെയുള്ള വ്യത്യസ്ത മെറ്റൽ ട്യൂബ്സ് എന്നിവ ജോയിൻ ചെയ്യുന്നതിന് വളരെ ഉപയോഗപ്രദവും എളുപ്പവുമായ പ്രക്രിയയാണ് ഇത്. സിൽവർ ബ്രേസിംഗ് അലോയ് ഫില്ലർ റോഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഏകദേശം 600 മുതൽ 800 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. ഇത് എപ്പോഴും ജോയിൻ ചെയ്യേണ്ട അടിസ്ഥാന ലോഹത്തേക്കാൾ കുറവാണ്. ഇനി നമുക്ക് സിൽവർ ബ്രേസിംഗിനായി കോപ്പർ ട്യൂബ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അസംസ്കൃത വസ്തുക്കൾ അതിൻ്റെ അളവിനായി പരിശോധിക്കുക. 25 mm വ്യാസമുള്ള ഒരു കോപ്പർ ട്യൂബ് തിരഞ്ഞെടുത്ത് 350 mm നീളത്തിൽ കട്ട് ചെയ്യുക. 150 mm നീളമുള്ള 2 കോപ്പർ ട്യൂബുകൾ കട്ട് ചെയ്യുക. ഫ്ലാറ്റ് സർഫേസ് ലഭിക്കാൻ കോപ്പർ ട്യൂബിൻ്റെ വൃത്താകൃതിയിലുള്ള സർഫേസ് ഫയൽ ചെയ്യുക. ഓയിൽ, ഗ്രീസ്, പെയിന്റ് മുതലായവ നീക്കം ചെയ്യുന്നതിനായി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ച് സർഫേസ് വൃത്തിയാക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് 2 ട്യൂബ്സിൻ്റെയും സർഫേസ് വൃത്തിയാക്കുക. സുരക്ഷാവസ്ത്രം ധരിക്കുക, ഹെൽമറ്റ്, ആപ്രൺ,
ഗ്ലൗസ്, ട്രൗസേഴ്സ്, ബൂട്ട്സ്. ഷീറ്റ് കനത്തേക്കാൾ 1 അല്ലെങ്കിൽ 2 വലിപ്പമുള്ള ഒരു നോസിൽ തിരഞ്ഞെടുക്കുക. അതിനാൽ നോസിൽ നമ്പർ 5 തിരഞ്ഞെടുക്കുക. റെഗുലേറ്ററുകളിൽ അസിറ്റിലീൻ ഓക്സിജൻ പ്രഷർ 0.15 kg ഫോഴ്സ് പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ ആയി സെറ്റ് ചെയ്യുക. ഫ്ലക്സായി ബോറാക്സ് തിരഞ്ഞെടുക്കുക. 1.6 mm വ്യാസമുള്ള 27 to 35% ഫോസ്ഫറസ് ബ്രോൺസ് ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. ഫില്ലർ റോഡിൽ ഫ്ലക്സ് പ്രയോഗിക്കുക. ഒരു സ്പാർക്ക് ലൈറ്റർ ഉപയോഗിച്ച് ജ്വലിപ്പിക്കുക. ചെറുതായി ഓക്സിഡൈസിംഗ് ഫ്ലെയിം സെറ്റ് ചെയ്യുക. കോപ്പർ ട്യൂബുകളിൽ ഒന്ന് ഒരു ടോങ്ങിൽ എടുക്കുക. ടോർച്ച് ഉപയോഗിച്ച് ചൂടാക്കി കോപ്പർ ട്യൂബിൻ്റെ ഒരറ്റം മയപ്പെടുത്തുക. കോപ്പർ ട്യൂബ് തണുപ്പിക്കാൻ ചൂടായ അറ്റം വെള്ളത്തിൽ മുക്കുക. ഫയൽ ചെയ്തുകൊണ്ട് ഓക്സൈഡ്സ് നീക്കം ചെയ്യുക. ബെൽമൗത്ത് രൂപപ്പെടുത്താൻ ഒരു മാൻഡ്രൽ ഉപയോഗിക്കുക. മാൻഡ്രൽ കയറ്റിവെച്ച് ഹാമറിങ്ങിലൂടെ ട്യൂബിൻ്റെ മൃദുവായ അറ്റത്തേക്ക് ഡ്രൈവ് ചെയ്യുക. സ്റ്റേക്ക്, മാലറ്റ് എന്നിവ ഉപയോഗിച്ച് ബെൽമൗത്തിൻ്റെ ഒപ്പമില്ലായ്മ നീക്കം ചെയ്യുക. രണ്ട് ട്യൂബും ഒരേ അക്ഷത്തിൽ വിന്യസിക്കുന്ന വിധത്തിൽ മറ്റൊരു ട്യൂബ് ബെൽമൗത്തിലേക്ക് കയറ്റിവെച്ച് അതിനെ 3 പോയിന്റിൽ ടാക്ക് ചെയ്യുക. ടാക്ക് വെൽഡഡ് ട്യൂബ് അസംബ്ലി ലംബമായി പിടിച്ച് ട്യൂബിൻ്റെ നിറം മാറുന്നതുവരെ ചൂടാക്കുക. ട്യൂബിൻ്റെ താഴത്തെ അറ്റത്തുള്ള പുറം ചുറ്റളവും ചെമ്പ് ട്യൂബിൻ്റെ ബെൽമൗത്തിൻ്റെ അടിഭാഗത്തുള്ള ആന്തരിക ചുറ്റളവും, അതായത് ബെൽമൗത്തിൻ്റെ അഗ്രം, രൂപപ്പെടുത്തിയ ലൈനിൽ ഒരു തിൻ റൺ ചെയ്യുക. ടാക്ക് വെൽഡ് 1 നിന്ന് ആരംഭിച്ച് ബെൽമൗത്തിൻ്റെ പകുതി ചുറ്റളവ് കവർ ചെയ്യുന്ന ടാക്ക് വെൽസ് 2, 3 എന്നിവയുടെ മധ്യഭാഗത്ത് അവസാനിക്കുന്ന ആദ്യ ഡെപ്പോസിറ്റ് നടത്തുക. ഡെപ്പോസിറ്റ് വൃത്തിയാക്കുക. ബെൽമൗത്തിൻ്റെ ബാക്കിയുള്ള പകുതി ചുറ്റളവ് ഉൾക്കൊള്ളുന്ന ഡെപ്പോസിറ്റ് 1ൻ്റെ ആരംഭ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് ഡെപ്പോസിറ്റ് 1ൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ അവസാനിക്കുന്ന രണ്ടാമത്തെ ഡെപ്പോസിറ്റ് നടത്തുക. ഫില്ലർ റോഡ് പിൻവലിച്ച് ഈ മെർജിംഗ് പോയിന്റുകളിൽ ഫ്ലെയിം കൈകാര്യം ചെയ്യുന്നതിലൂടെ രണ്ടറ്റത്തും, അതായത് ടെർമിനൽ പോയിന്റുകൾ, ഡെപ്പോസിറ്റ് 2 ഡെപ്പോസിറ്റ് 1മായി മെർജ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. വെൽഡ് ഡെപ്പോസിറ്റ് ശരിയായ പ്രൊഫൈലിൻ്റേതാണെന്നും അത് പൂർണ്ണമായി കവർ ചെയ്യുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. ബെൽ കൺട്രോളിൻ്റെ ഔട്ടർ എഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാതെ. ബീഡും ജോയിൻറ്റും വൃത്തിയാക്കി ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് ഫ്ലക്സ് അവശിഷ്ടങ്ങൾ നന്നായി നീക്കം ചെയ്യുക. ഏകീകൃത വലിപ്പത്തിനും പൊറോസിറ്റി പോലുള്ള ബ്രേസ് വൈകല്യങ്ങൾക്കുമായി ബ്രേസ് ഡെപ്പോസിറ്റ് പരിശോധിക്കുക. ഒരിക്കൽ കൂടി നോക്കാം. നമ്മൾ ഇവയൊക്കെ പഠിച്ചു. ഹീറ്റിങ്ങിലൂടെ പൈപ്പിൻ്റെ അഗ്രം ചൂടാക്കി ഒരു ബെൽമൗത്ത് തയ്യാറാക്കുക.
ബ്രേസിങ്ങിനായി നോസിൽ, ഫില്ലർ റോഡ്, ഫ്ലക്സ്, ഫ്ലെയിം എന്നിവ തിരഞ്ഞെടുക്കുക. പൈപ്പ് വെൽഡിംഗ് ടെക്നിക് ഉപയോഗിച്ച് ബെൽമൗത്ത് ജോയിന്റ് ടാക്ക് ചെയ്ത് ജോയിന്റ് ബ്രേസ് ചെയ്യുക. ജോയിന്റ് വൃത്തിയാക്കി സർഫസ് വൈകല്യങ്ങൾക്കായി പരിശോധിക്കുക. കോപ്പർ ട്യൂബ് ടു ട്യൂബിലേക്കുള്ള സിൽവർ ബ്രേക്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളുമാണ് ഈ സെഷനിൽ നിങ്ങൾ കണ്ടത്. എല്ലാ ആശയങ്ങളും വ്യായാമങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.